എല്ലാവർക്കും നമസ്കാരം. എക്സാറ്റ് വീഡിയോയുടെ മറ്റൊരു അധ്യായത്തിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ, കോഴിക്കോട് ഒളവണ്ണയിൽ ഇരുനില വീട് ഭൂമിക്കടിയിലേക്ക് താന്നു, കംപ്ലീറ്റ് സ്ട്രക്ചർ തകർന്നു എന്നുള്ള പത്രവാർത്ത. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ സ്ഥലം സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാട്ടുകാരനും അതിൻ്റെ ഒരു മൂലകാരണം എന്താണെന്ന് ഒന്ന് അന്വേഷിക്കുകയുമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. വെള്ളം കയറുന്നത് സംബന്ധിച്ച് ഉള്ള ഒരു വിവരം കിട്ടിയ സമയത്ത് ആളുകൾ പറഞ്ഞതനുസരിച്ച് സ്വന്തം കുടുംബത്തിലോട്ട് മാറി താമസിച്ചത് കാരണം മാത്രമാണ് ഈ വീട്ടിലുള്ള ആളുകൾക്ക് രക്ഷപ്പെടാനായത്. അല്ലെങ്കിൽ ഈ വീടിനോടനുബന്ധിച്ച് ഈ വീടുമായി ബന്ധപ്പെട്ട് വലിയൊരു ദുരന്തം ആ വീട്ടിൽ ഉള്ള ആളുകൾ സംഭവിച്ചു. എന്തോ അത്ഭുതകരമായി അവർ ഈ വീട്ടിൽ ഇല്ലാത്തത് കാരണം യാതൊരുവിധ മനുഷ്യനാശവും ഇതിലുണ്ടായിട്ടില്ല. എന്നിരുന്നാലും വീട്ടിലെ കംപ്ലീറ്റ് എല്ലാവിധ വീട്ട് ഉപകരണങ്ങളും, അടുക്കള സാധനങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വീട്ടിനുള്ളിലെ ഫർണിച്ചറുകൾ, കട്ടിലുകൾ, അലമാരകൾ, എല്ലാവിധ സാധനങ്ങളും നശിച്ച് എല്ലാം മണ്ണിനടിയിലായി. ഒരു നിമിഷം കൊണ്ട് ഇത്രമാത്രം സംഭവിച്ചു. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചിട്ടുള്ളത്? എന്താണ് ഇതിന് കാരണം? ഒരു നില വീട് കംപ്ലീറ്റ് ഭൂമിയുടെ താഴത്തോട്ട് താണു പോയിട്ട് രീതിയിലാണ് കാണുന്നത്. രണ്ടാം നില മാത്രമാണ് അവശേഷിക്കുന്നത്. രണ്ടാം നിലയിലും വിള്ളലുകളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത്, വീടിൻ്റെ തറ അവിടെ തന്നെ ഉണ്ട്. ഫ്ലോർ, അതായത് ഭൂമിയുടെ ബേസ്മെൻറ്റ്, ഭൂമിയുടെ ഫൗണ്ടേഷനും ബേസ്മെൻറ്റും അതേപോലെ അവിടെ തന്നെ ഉണ്ട്. അതിന് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഭൂമി താഴോട്ട് പോയിട്ടില്ല. പിന്നെന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഭൂമിയുടെ മുകളിലോട്ടുള്ള, അതായത് ബെൽറ്റിൻ്റെ മുകളിലോട്ട്, ബിന്ദുബീമിൻ്റെ മുകളിലോട്ടുള്ള ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചെങ്കല്ലുകൾ വളരെയധികം ക്വാളിറ്റി കുറഞ്ഞതും വളരെ നനവുള്ള, ഈർപ്പം വലിച്ചെടുക്കുന്ന രീതിയിലുള്ള കല്ലായതുകൊണ്ടും, പ്രത്യേകിച്ച് പറഞ്ഞാൽ മലപ്പുറത്തെ കല്ലുകൾ കംപ്ലീറ്റ് മോശമാണെന്ന അഭിപ്രായം നമുക്കാർക്കുമില്ല. മലപ്പുറത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കല്ലുണ്ട്. പക്ഷേ മലപ്പുറത്തെ ഏറ്റവും തേർഡ് ക്വാളിറ്റി കല്ല്, ഏറ്റവും മോശമായ ഈർപ്പം വലിച്ചെടുക്കുന്ന, ബിയറിംഗ് കപ്പാസിറ്റി അത്രയും കുറഞ്ഞ, ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി അത്രയും കുറഞ്ഞിട്ടുള്ള, ഇത്രമാത്രം മുകളിലത്തെ വെയിറ്റ് താങ്ങാനുള്ള ശേഷി അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ കല്ലുകളെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ രീതിയിലുള്ള നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചത് കാരണം, ഏറ്റവും വില കുറഞ്ഞ പറ്റിക്കപ്പെട്ട രീതിയിലുള്ള കല്ലുകൾ ഉപയോഗിച്ചത് കാരണം ഒരു വീട് കംപ്ലീറ്റ് നശിച്ചു പോവുകയുണ്ടായത്. നിർമ്മാണ വസ്തുക്കളുടെ ലാഭം നോക്കുന്നതും നിർമ്മാണ വസ്തുക്കളുടെ ഗുണനിലവാരം ചെക്ക് ചെയ്യാതെ വെറും ലാഭം വെറും പൈസ മാത്രം നോക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നിരുന്നാലും ശ്രദ്ധിക്കണം. കാരണം കല്ലിൻ്റെ 1, 2 രൂപ, 5 രൂപ, 6 രൂപയ്ക്ക് മാറ്റം വരുന്നുണ്ടാവുള്ളൂ. ആ മാറ്റം വീടിൻ്റെ ആജീവനാന്തം ഉണ്ടാക്കിയിട്ടുള്ള വീട് കംപ്ലീറ്റ് നശിച്ചു പോകുന്ന ഒരു ലെവലിലോട്ടെത്തും. അപ്പോൾ കല്ല് കംപ്ലീറ്റ് ഈ ഒരു മഴ വന്ന സമയത്ത് ഈർപ്പം വലിച്ചെടുത്തുകൊണ്ട് വീട് ഒരു ഭാഗത്തോട്ട് അങ്ങ് തള്ളിപ്പോയി. അതും അടിസ്ഥാനപരമായിട്ട് മറ്റൊരു കാരണം ഇവിടെ നാട്ടുകാരന് അറിയാൻ സാധിച്ചെന്നാൽ, അടിഭാഗത്തെ നില ആദ്യമേ ഉള്ള വീടായിരുന്നു. രണ്ടാമത്തെ നിലക്ക് കണക്കാക്കി ഉണ്ടാക്കിയ വീടല്ലായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വീട് ഇവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടോ എന്നറിയില്ല. എന്നിരുന്നാലും അടിയത്തെ ഭാഗത്ത് വേറൊരു പാർട്ടിയുടെ ആയതുകൊണ്ട് തന്നെ, വേറൊരു ടീം ഉണ്ടാക്കിയത് ആയതുകൊണ്ട് തന്നെ അവർക്ക് മുകളിലത്തെ നില ഉണ്ടാക്കുന്നതിന് മുമ്പ് കൃത്യമായ രൂപത്തിൽ താഴത്തെ നില എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അവരുണ്ടാക്കിയതല്ലാത്തതുകൊണ്ട് അവർക്കറിയില്ല. എന്നിരുന്നാലും അവർ നാടനായ രീതിയിലുള്ള ഒരു കോൺട്രാക്ടറോടോ നാടനായുള്ള ആളുകളോടോ മാത്രം കൺസൾട്ട് ചെയ്ത് ഒരു കൃത്യമായ രീതിയിൽ ഗവേഷണം, കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഒരു കൺസൾട്ടൻസി എഞ്ചിനീയറുടെ വശത്ത് നിന്ന് എടുക്കാത്തത് കാരണം അവർ നേരെ തന്നെ ഒരു നാടൻ രീതിയിലുള്ള കല്ലുകൾ ഉപയോഗിച്ച് രണ്ടാം നിലയും കെട്ടിപ്പൊക്കി. ഈ കല്ലുകൾ ഉപയോഗിച്ച് രണ്ടാം നില കെട്ടിപ്പൊക്കുമ്പോൾ നാടന്മാർ പറയുന്നുണ്ട്, കൂടുതൽ ഭാരം മുകളിലുള്ള വസ്തു കയറ്റിയാൽ പെട്ടെന്ന് ഇടിയും, അതുകൊണ്ട് കുറച്ച് ഭാരം കൊണ്ട് കയറ്റണം നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷേ നല്ല ഉറപ്പ് തന്നെ അവർ രണ്ടാം നില നല്ല രീതിയിലുള്ള കല്ലുകൾ ഉപയോഗിച്ച് രണ്ടാം നില ഉണ്ടാക്കി, ബെൽറ്റ് വാർത്ത്, ലിൻഡർ വാർത്ത്, സൺഷെയ്ഡ്, മുകളിൽ മെയിൻ സ്ലാബ് അടക്കം രണ്ടാം നില അടിപൊളി സ്ട്രക്ചറലി സേഫായ രീതിയിൽ ഉണ്ടാക്കി, അടിയത്തെ നിലയുടെ സേഫ്റ്റി നോക്കാതെ. അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മുകളിലത്തെ വെയിറ്റ് കംപ്ലീറ്റ് താങ്ങുന്നത് അടിയിലുള്ള ഈ കല്ലുകളാണ്. ഈ കല്ലുകൾക്ക് ഈ മഴ സമയത്ത് ആ വെയിറ്റ് ഭാരം താങ്ങാൻ ശേഷിയില്ലാതായി അത് തള്ളി അങ്ങ് പോയി. അത്രയും ഭാരിച്ചൊരു ഭാരം, ഇത്രയും സ്ലാബുകളും ഇത്രയും കല്ലുകളും മുകളിൽ നിലയിലെ കംപ്ലീറ്റ് വെയിറ്റുകൾ മൊത്തം താങ്ങി അത് എന്തായി ഈ മയത്ത് തള്ളി മുന്നോട്ട് പോയി. അങ്ങനെ അടിഭാഗം കംപ്ലീറ്റ് നശിച്ച രീതിയിലാണ് കാണുന്നത്. ഇതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വെച്ചാൽ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പില്ലർ സപ്പോർട്ടെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മുകളിലോട്ടുള്ള ലോഡ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കല്ല് അത്രയും ഹാർഡായിട്ടുള്ള കല്ലും ഹാർഡായിട്ടുള്ള പുതലുമാണ് അടിയിലെങ്കിൽ മാത്രമേ മുകളിലോട്ട് വെയിറ്റുള്ള വസ്തുക്കൾ കയറ്റാവൂ. അല്ലെങ്കിൽ അതിനനുസരിച്ച് രീതിയിലുള്ള വെയിറ്റുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ കയറ്റാൻ പാടുള്ളൂ. അതനുസരിച്ച് രീതിയിലുള്ള കല്ലുകൾ, അതനുസരിച്ചുള്ള വെയിറ്റ്ലെസ് ആയിട്ടുള്ള പലധികം മെറ്റീരിയൽ അവൈലബിൾ ആണ്. AC ബ്രിക്ക്, ഓട്ടോക്ലേവ് ഡയറക്റ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്ന AC പതപ്പിച്ചിട്ടുള്ള കോൺക്രീറ്റിൻ്റെ കല്ലുകൾ, കനം പറഞ്ഞിട്ടുള്ള, അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുരുടീസ്, പല മെറ്റീരിയലുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. പാർട്ടിക്കൽ ബോർഡുകൾ സിലിണ്ടറായ രീതിയിൽ ഉപയോഗിക്കുന്ന അങ്ങനെ പല ടെക്നോളജികളും വന്നിട്ടുണ്ട്, പല മെറ്റീരിയലുകൾ വന്നിട്ടുണ്ട്. അവ ഉപയോഗിക്കപ്പെടുത്തുകയായിരുന്നുവെങ്കിൽ ഇങ്ങനെ ദുരന്തം നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കും ഭാവിയിൽ എന്തെങ്കിലും വീടിന് മുകളിൽ എടുക്കുന്ന സമയത്തോ ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നത് വഴി പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. സസ്നേഹം. താങ്ക് യു.